ഹലോ ഗൈസ്, കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പം നമുക്കിന്നൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്താലോ? സ്കൂള് തുറന്നിട്ട് 3-4 ദിവസമായെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. ഈ വീഡിയോ എടുത്തതും ഞാൻ സ്കൂളൊക്കെ തുറക്കണതിന് മുന്നേ ആണ് കേട്ടോ. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ഈ ഒരു ലേറ്റ് ആയ കാര്യത്തിൽ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഇതിൽ പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസ് ഉണ്ട്, പിന്നെ ഞാൻ വാങ്ങിയ ഐറ്റംസ് ഉണ്ട്. അത് രണ്ടും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഈ 3 ബാഗാണ് കേട്ടോ. ഈ 3 ബാഗും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു റെഡ് കളർ ബാഗും കൂടി ഉണ്ട് കേട്ടോ. അതെനിക്ക് പപ്പ തന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്, പക്ഷെ ആ വർഷം ഞാൻ കൊണ്ടുപോയില്ല. എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് തന്നെ ഒരു ബ്ലാക്ക് കളർ സ്കൂളിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു ബാഗ് കിട്ടി. അതുകൊണ്ട് ഞാൻ ഇക്കൊല്ലം ഈ ഒരു ബാഗ് കൊണ്ടുപോകാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇക്കൊല്ലം നോക്കിയപ്പോൾ ആ 3 ബാഗ് ഗിഫ്റ്റും കിട്ടി. അപ്പോൾ ഇത് 4ഉം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഏത് കൊണ്ടുപോകും എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ബാഗ്, ഇതിൻ്റെ കളർ കറക്റ്റായിട്ട് അറിയില്ല, ഒരു സാൻഡൽ കളറൊക്കെ പോലത്തെ ഒരു കളറാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു പൗച്ച് ഉണ്ട് കേട്ടോ. പൗച്ച് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഉള്ളൊരു പിങ്ക് കളറിലൊരു റാബിറ്റിൻ്റെ ക്യൂട്ട് റേസറും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ബാഗ് എനിക്ക് ഇത്തിരി വലുതാണ്, എന്നാലും ഇതിൽ കുറേ സാധനങ്ങൾ വെക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന കുറേ ഫ്ലവേഴ്സ് ഉള്ള ഒരു ബാഗാണ് കേട്ടോ. ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ അടുത്ത ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളറിലെ ബാഗാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് ഒരു ബ്ലാക്ക് കളറിലെ കഡിൽ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പൗച്ച് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ബാഗിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 4-5 സിബ് ഉണ്ട് കേട്ടോ. സിബ് മാത്രമല്ല, ഇതിൽ അത്യാവശ്യം കുറേ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസും കൂടി. ആ ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ബാഗിന്റെ ഹൈലൈറ്റ്. ഈ ഒരു ബാഗിൽ നമുക്ക് കുറേ സാധനങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോവാം കേട്ടോ. അപ്പൊ നമ്മുടെ 4 ബാഗ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ റെഡ് ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഒരു അടുത്തൊരു സാധനമാണ് നമ്മുടെ ബുക്ക് പൊതിയാനുള്ള ബുക്ക് റാപ്പേഴ്സ്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വേറെ 3 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്റെ നോട്ട്ബുക്കും എൻ്റെ അനിയന്റെ ടെക്സ്റ്റും നോട്ടൊക്കെ പൊതിഞ്ഞു വന്നപ്പോഴും അത് തീർന്നു പോയി. പിന്നെ വാങ്ങിയതാണ് ഈ 3. പിന്നെ കുറെ നോട്ട്ബുക്സ് ഒക്കെ നമ്മൾ ചൊട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ പൊതിയാനുണ്ട്. 3 റോളും എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, എൻ്റെ അനിയൻ്റെ കുറച്ച് നോട്ട്ബുക്സും കൂടെ പൊതിയാനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ രണ്ടുപേരും കുറച്ച് ബുക്ക് കവർ ചെയ്തിട്ടുണ്ട്, കുറച്ച് കവർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം മറ്റേതൊക്കെ പൊതിയാൻ വേണ്ടിയിട്ടാണ് ഈ 3 റോളെ. പിന്നെ ഞങ്ങൾ അടുപ്പിച്ച് മഴയൊക്കെ അല്ലേ പെയ്യണത്. അപ്പം എനിക്കും അമ്മയ്ക്ക് ഒരു കുട വാങ്ങിയിട്ടുണ്ട്. ആ ന്യൂസ് പേപ്പറിൻ്റെ പോലത്തെ എനിക്കും ആ സ്പോർട്സിൻ്റെ കുട അമ്മയ്ക്കാണ് കേട്ടോ വാങ്ങിയേക്കണേ. പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് എൻ്റെ ബോക്സും പൗച്ചും ഒക്കെയാണ് കേട്ടോ. ഫസ്റ്റത്തെ ബോക്സ് ഒരു വൈറ്റും പിങ്കും കോമ്പിനേഷനിലുള്ള ഒരു യൂണിക്കോൺ തീമിലുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ. സെക്കൻഡ് വണ്ണും യൂണിക്കോൺ തീമിലുള്ള ഒരു പൗച്ചാണ്. അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അടുത്ത 2 ബാഗിൻ്റെ കൂടെ ഫ്രീ ഇട്ടുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു ബോക്സും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാൻ മറന്നുപോയി, എന്നാലും ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിനൊരു വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം കേട്ടോ. ഇതൊരു സാധാ ബോക്സ് ഒക്കെ പോലെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളൊരു റേസർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഷാർപ്നർ ഉണ്ട് കേട്ടോ. ഷാർപ്നർ അതിനുള്ളിൽ ഇതേപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ബോക്സിൻ്റെ പുറത്തുനിന്ന് ഇതേപോലെ നമുക്ക് ഷാർപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അറിയില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്തായാലും ഞാൻ പറയാം. അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബട്ടണും നമുക്ക് പിടിച്ച് ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് കത്തും ഗായ്സ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. കാരണം നമുക്കിത് ടോർച്ചൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. രാത്രിയൊക്കെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഫ്ലാഷ് ലൈറ്റും ടോർച്ചൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നത് കറണ്ടൊക്കെ പോകുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ടോർച്ച് കൊടുത്തതെന്നാണ് കേട്ടോ. ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, എന്നാലും എന്തൊക്കെയോ ഒരു കാരണത്തിനാണ് ഈ ഒരു ലൈറ്റ് ഇവിടെ കൊടുത്തേക്കണത്. അടുത്തത് ഞാൻ കാണിക്കുന്നത് എൻ്റെ അനിയന് വാങ്ങിച്ചൊരു ബോക്സ് ആണ് കേട്ടോ. അവൻ ഈ സ്പൈഡർമാനൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ആ ഒരു റബ്ബറിൻ്റെ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അവൻ ഈ ബോക്സ് വാങ്ങിച്ചത്. പിന്നെ ഒരു സ്കെയിലും കൂടെ അവന് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ സ്കെയിലുള്ളതുകൊണ്ട് ഞാൻ സ്കെയിലൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ചെരുപ്പ് പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പം മഴയത്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ചെരുപ്പും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്കൂളിൽ പ്രൊജക്റ്റ് ഒക്കെ തരുന്നതുകൊണ്ട് ഒരു 100 ഷീറ്റ് ഓഫ് A4 ഷീറ്റിന്റെ ഒരു പാക്കറ്റ് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പോക്കറ്റ് ഏറിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ കറിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ 3 സ്റ്റീലിന്റെ പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ് കേട്ടോ. അടുത്തതൊരു ബ്ലൂ കളറിലെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഞാൻ കുറേ നാളായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അടുത്തത് എൻ്റെ അനിയന് വാങ്ങിച്ചൊരു വാട്ടർ ബോട്ടിലാണ്. ഇത് ഏതൊരു സ്മൈലിയുടെ ഒക്കെ പോലത്തെ ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇതും അവന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമുക്ക് എഴുതാൻ പേനയും പെൻസിലൊക്കെ വേണ്ടി അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരു അപ്സറിൻ്റെ ഒരു പാക്കറ്റ് ഓഫ് പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷാർപ്നർ ഇറേസറൊക്കെ കിട്ടില്ലേ. പിന്നെ ഒരു പെൻടോണിക്കിൻ്റെ ഒരു ബ്ലാക്ക് കളറിൽ ഒരു പേനയുടെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സെല്ലോ ടേപ്പ്, ഗ്ലൂ, സ്റ്റാപ്ലെയർ, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ച കളറിലെ ഹൈലൈറ്ററും അതേപോലെ ഒരു ഇറേസറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നെയിം സ്ലിപ്പ് വാങ്ങിച്ചു. ഫ്ലവേഴ്സിൻ്റെ നെയിം സ്ലിപ്പ്, അതേപോലെ സ്മൈലിയുടെ നെയിം സ്ലിപ്പ് എൻ്റെ അനിയന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഡിസൈൻ ഇല്ലാത്ത ആ ഒരു ടൈപ്പ് അതൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ നേരത്തെ കാണിച്ച ഐറ്റംസിൽ ചിലതൊന്നും ഞാനിവിടെ നിരത്തി വെച്ചിട്ടില്ല കേട്ടോ. എന്നാലും ഇതാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും
സാധനങ്ങളൂടെ വെച്ചിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഷോപ്പിംഗ് ഒക്കെ നടത്തിയെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്കൂളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഒന്നും കൂടെ കാണാം. അപ്പോൾ ടാറ്റാ.